ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ മതപരമായ ഗവേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചരിത്രകാരൻ ഡോക്ടർ KKN കുറുപ്പ്. സാമൂഹ്യശാസ്ത്ര പഠനവും ഗവേഷണങ്ങളും ഇനിയും കൂടുതലായി നടക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞിപ്പള്ളിയിൽ ആരംഭിക്കുന്ന പഠന കേന്ദ്രത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെന്റർ വേണം, യൂണിവേഴ്സിറ്റികൾ സജീവമാവണം. എന്തുകൊണ്ട് സജീവമാകുന്നില്ല? ഇവിടെ ഗവർണറോ വേണ്ടത്, വൈസ് ചാൻസലറോ വേണ്ടത്, ആര് നിയമിക്കണം? ഈ അടിപിടിയാണ്. എന്ത് പഠിപ്പിക്കണം എന്ന് ആരും ഒന്നും പറയുന്നില്ല. പത്രങ്ങളും അതിനെപ്പറ്റി എന്ത് പറയുന്നു എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നു വേണ്ട. അമേരിക്കക്കാരും വന്നാൽ ഇവിടുത്തെ കൾച്ചറിനെ പറ്റിയിട്ട് പറയും, കയ്യൂർ സമരത്തിനെ പറ്റി പറയും. ഇല്ല, നമ്മുടെ നാട്ടിലെ ചരിത്രം അറിയില്ല. ഇതാ ഈ പുസ്തകങ്ങൾ ഇന്ത്യയിലെ ചരിത്രം എങ്ങനെ വക്രീകരിക്കപ്പെടുന്നു. അപ്പൊ അതെല്ലാം പറയണമെങ്കിൽ ആര് വേണം? ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഇന്ന് നടക്കുന്നത് മതപരമായ ഗവേഷണമാണ്. ആർക്കിയോളജി ചെയ്യുന്നത് കല്ലിളക്കി നോക്കുക. കല്ലിളക്കി നോക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. വടകര കുഞ്ഞിപ്പള്ളിയിൽ വഖഫ് ബോർഡിന്റെ അനുമതിയോടെ AI പഠന കേന്ദ്രത്തിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി അന്താരാഷ്ട്ര പഠന കേന്ദ്രം സ്ഥാപിക്കും. 130 കോടി രൂപ ചെലവ് വരുന്ന ബൃഹത്തായ വിദ്യാഭ്യാസ കർമ്മ പദ്ധതി കേരള വഖഫ് ബോർഡിന് സമർപ്പിച്ചിരിക്കുകയാണെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നവർ പറഞ്ഞു. AI പവേർഡ് ഇന്റർനാഷണൽ STEM അക്കാദമി, സൈനുദ്ദീൻ മഖ്ദൂം റിസർച്ച് സെന്റർ എന്നിവയാണ് ആരംഭിക്കുക. 2026-27 അധ്യയന വർഷം മുതലാണ് വിദ്യാലയ സമുച്ചയവും റിസർച്ച് സെന്ററും പ്രവർത്തനം ആരംഭിക്കുക. വാർത്താസമ്മേളനത്തിൽ പ്രോജക്ട് ഡയറക്ടർ KKN കുറുപ്പ്, പ്രൊഫസർ ഇസ്മായിൽ, V ഉമ്മർ, അനിൽകുമാർ, ദിവാകരൻ ചോമ്പാല, സാലിം P തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിക്കെതിരെ കോഴിക്കോട്ട് പൈതൃക രാത്രി നടത്തം സംഘടിപ്പിച്ചു.